അപ്പോൾ രാവിലെ സാമ്പാറും ഇഡലിയും ആക്കാമെന്ന് കരുതി. അതാകുമ്പോൾ സാമ്പാർ ചോറിനും എടുക്കാം, നമുക്ക് കാപ്പിക്കും ആവും. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ് സാമ്പാറിനുള്ള ആദ്യമേ എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം ചായയും ഇഡലിയും എല്ലാം ആക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇഡലിയും സാമ്പാറും ആയ സമയം കൊണ്ട് തന്നെ ഞാൻ വെളിയിൽ അരി അടപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ വെന്ത് നമ്മളെ കാക്കയൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ ഈ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നല്ല രസമാണ്. നമ്മൾ മറ്റേത് അപ്പാർട്ട്മെൻറ്റിലായിരുന്നല്ലോ. പിന്നെ അതാണ്ട് നമ്മൾ ഒരുക്കിയിട്ട സ്ഥലത്ത് മുളക്, നമ്മളെ ഇത് തക്കാളിയുടെ തൈ അതെല്ലാം നട്ടിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാപ്പി കുടിക്കാൻ നേരത്തെ അപ്പോൾ ഇന്ന് വട്ടയിലേക്കകത്താണ് കേട്ടോ ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിട്ട് കഴിച്ചത്. ഈ വട്ടയിലെന്ന് പറയുമ്പോൾ നമ്മളെ പഴയ കാലമൊക്കെ ഓർമ്മ വരും, സ്കൂളിൽ പഠിക്കുന്നത്. കാരണം നമ്മൾ രാവിലെ പോകുമ്പം വട്ടയിലയും പിച്ച് ബുക്ക് എടുത്തില്ലെങ്കിലും വട്ടയില പിച്ചാൻ മറക്കത്തില്ല. വട്ടയില പിച്ച് ബാഗിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം കഞ്ഞിയും പയറും ഉണ്ടല്ലോ സ്കൂളിൽ. അപ്പം പയറ് മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വട്ടയിലയും പിച്ചിക്കൊണ്ട് പോകുന്നത്. അപ്പം ഇത് ഇന്ന് വട്ടയില ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഇന്ന് വട്ടയിലയിൽ ഇഡലിയും സാമ്പാറും ചമ്മന്തിയായിട്ട് കഴിക്കാൻ തോന്നി. അതിങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് അതിൽ പയറ് മേടിച്ച് ഉച്ചയ്ക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ചോറിൻ്റെ കൂടെ കഴിക്കും. അല്ലാതെങ്കിൽ വെച്ചിട്ട് പോകും, വൈകിട്ട് വന്നിട്ട് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കും. അതൊക്കെ ഒരു ഓർമ്മയായിരുന്നു. എപ്പോൾ വട്ടയില ഇങ്ങനെ
ഇങ്ങനത്തുള്ള സാധനങ്ങൾ കാണുമ്പോൾ നമുക്കതെല്ലാം ഓർമ്മ വരും. പക്ഷേ ഒരു കാലം അതൊന്നും ഇനി തിരിച്ച് കിട്ടാനും പോകുന്നില്ല. അങ്ങനെ താണ്ട് നമ്മുടെ സാമ്പാർ കടുകൊക്കെ താളിച്ച് വെച്ചതിന് ശേഷം അത് ഇളക്കി കൂട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇതിലോട്ട് കറി എടുക്കാൻ നേരമാണ് ഇളക്കി കൂട്ടി എല്ലാം ഒന്ന് ചേർത്തിട്ട് ഇളക്കി പരുവാക്കിയിട്ട് ഇഡലിയിലോട്ട് ഒഴിച്ചു കൊടുത്തത്. ഇന്നിങ്ങനെ കഴിച്ചപ്പോൾ വയറ് മാത്രമല്ല മനസ്സും നിറഞ്ഞേ. കാരണം നമ്മളെ കുട്ടിക്കാലത്ത് ഇത് നമ്മൾ കഴിച്ചപ്പോഴും അതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചത്, ഞാനും ചേച്ചിയും. പിന്നെ മോൾക്ക് അതിൻ്റെ ഒരു ഇതില്ലല്ലോ, അവർക്ക് ഈ കാലഘട്ടമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ വയറ് നിറച്ച് നമ്മളെ വട്ടയിലയിൽ വിളമ്പിയ സാമ്പാറും ചമ്മന്തിയും കൂട്ടി ഇഡലി നല്ലോണം കഴിച്ച്. അപ്പോൾ വാഴയില ഉണ്ടായിരുന്നു, പക്ഷേ വട്ടയില കണ്ടപ്പം പെട്ടെന്ന് ഈ പയറും കഞ്ഞിയാണ് സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നത്. അങ്ങനെ വാഴയിലേക്ക് വരും, പിന്നെ വട്ടയില വെച്ചിട്ട് കഴിക്കുമായിരുന്നു. പിന്നെ 11 മണിയായപ്പോഴത്തേക്ക് മീൻ വന്ന്. ഞാൻ മീൻ കണ്ടിച്ചിട്ട് അത് നമ്മളെ മണിക്ക് കൊടുത്ത്. മറ്റേ വേറൊരു പൂച്ചയുണ്ട്, മണിയുടെ കണക്ക് എനിക്ക്, പക്ഷേ അത് ആമ്പൂച്ചയാണ്. അത് കഴിക്കൂല, അത് ഇവളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അവൾ കഴിക്കുന്നിടം വരെ ഞാൻ പിന്നെ അവിടെ നിന്നല്ല, ഇവളെ അടിക്കും അത്. അങ്ങനെ അവൾ കഴിച്ചിട്ട് പോയി. അതിനകത്ത് കമത്തി അങ്ങ് വൈ പറഞ്ഞേ, കമത്ത്. മീനൊക്കെ കഴുകിയ ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അവളുടെ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങോട്ട് വെളിയിലോട്ട് കഴുകി കൊടുത്തു, ഉണങ്ങാനായിട്ട് വെക്കാൻ പറഞ്ഞതാണ്. പിന്നെ വേണ്ട മുളകും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മളെ മീൻ നല്ലോണം പുരട്ടി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ പട്ടിയുണ്ട്. അപ്പോൾ അതാണ് ഈ കിടന്ന് ഈ കുരക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് നമ്മൾ തൊട്ടടുത്തടുത്തുള്ള വീടുകളല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴും ശബ്ദം കയറി വരും. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഭയങ്കരമായിട്ട് അവൻ കുരയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ വോയിസ് കട്ട് ചെയ്ത്. പിന്നെ ദാണ്ട് ഒരു 2 മണിയായപ്പോഴത്തേക്ക് നല്ല വെയിലുണ്ട്. പിന്നെ നമ്മുടെ ആ ഭാഗമൊക്കെ നമ്മൾ മണ്ണൊക്കെ മാറ്റിയിട്ട് വൃത്തിയാക്കിയിട്ട് ഇനി കുറച്ച് കല്ലും കട്ടയൊക്കെ കിണറ്റിൻ്റെ ഭാഗത്തുണ്ട്, ഇനി അതും കൂടെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ദാണ്ട് നമ്മളെ മുളക്, ഇതിനകത്ത് ചീരയും നിൽപ്പുണ്ട്. ചീര കാണാൻ പറ്റാത്തതാണ്, കുഞ്ഞല്ലേ, ചീര കാണുന്നില്ല. അപ്പോൾ അതാണ്ട് നമ്മൾ ഉച്ചക്കലത്തേക്ക് നമ്മൾ രാവിലെ വെച്ച സാമ്പാർ, എന്നിട്ട് സാമ്പാർ വെക്കുമ്പോൾ അത് കാപ്പിക്കും ചോറിനുമായിട്ട് എടുക്കുന്ന രീതിയിലാണ് സാമ്പാർ വെക്കുമ്പോഴെല്ലാം വെക്കുന്നത്. പിന്നെ മീൻ വറുത്തത്, ചോറ്, പിന്നെ അച്ചാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഉച്ചക്കലത്തെ ഇന്നത്തെ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മറക്കണ്ട, നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.